പ്രതീക്ഷിച്ച വിജയമാണ്. അതുക്കും മേലെയാണ്. ഇത് കഴിഞ്ഞ 5 വർഷമായി അടുക്കും ചിട്ടയോടും കൂടി ഉണ്ടായിരുന്ന സംഘടനാ പ്രവർത്തനത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമായിട്ടാണ് ഇടുക്കിയിൽ ഞങ്ങൾ കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ 2 മെമ്പർമാരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ജില്ലാ പഞ്ചായത്ത് ബഹുഭൂരിപക്ഷത്തോടെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ജയിച്ച് കയറുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സ്ഥിതിയും അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. പഞ്ചായത്തുകൾ 38, 39, 40 റൗണ്ട് ചെയ്ത പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഹൃദയസ്പൃക്കായ വിവരങ്ങൾ അത് ജനങ്ങളെ ഹഠാതെ ആകർഷിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സംസ്ഥാന ഗവൺമെൻറ്റിന് എതിരെയുള്ള ദുർഭരണത്തിൻ്റെ ജനങ്ങളുടെ ഒടുങ്ങാത്ത പ്രതികാരത്തിൻ്റെ ദാഹമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജനങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇടുക്കിയിൽ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കാണിച്ച കുറ്റകരമായ അലംഭാവം അത് ജനങ്ങൾ പ്രതികാരദാഹത്തോടുകൂടി തീർത്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ സംസ്ഥാനത്ത് മൊത്തം UDFന് വലിയ വിജയമാണ്. ആ ഘട്ടത്തിലും AICC അംഗം കട്ടപ്പനയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു? അത് പരിശോധിക്കേണ്ട വിഷയമാണ്. ചില വാർഡുകളിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാ വാർഡുകളിലും ഇപ്പോൾ ജയിക്കണമെന്നില്ലല്ലോ. ചില വാർഡുകളിലൊക്കെ ഉണ്ടാകുന്ന ചില എന്താണെന്നുള്ളതിനെ കുറിച്ച് മുതിർന്ന ഒരു അംഗം 3 തവണ MLA ആയിരുന്ന ഒരാള്, വർഷങ്ങളോളം DCC അധ്യക്ഷനായിരുന്ന ആള്, ഇങ്ങനെ ഒരാള് മത്സരത്തിന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പ് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇല്ല, പാർട്ടിക്കകത്തൊന്നും അങ്ങനെ യാതൊരു എതിർപ്പും ഇല്ലായിരുന്നു. അതിന്റെ ഫലമായാണോ തോറ്റത്? പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. പക്ഷേ അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പാർട്ടി വിശദമായി പരിശോധിക്കും. അതുകൂടാതെ കട്ടപ്പന നഗരസഭയിൽ LDF കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ടപ്പനയിൽ ഈ വിമത നീക്കമൊക്കെ ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ടോ വിജയം ഉണ്ടാകുമ്പോഴും? സ്വാഭാവികമാണത്. ഒറ്റക്കെട്ടായി നിൽക്കുന്നതും അതിനിടയിൽ ചില വിമത ശബ്ദങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ അത് ജനങ്ങളെ ബാധിക്കും, ജനങ്ങളുടെ വോട്ടിങ്ങിനെയും ബാധിക്കും. ഇതിനെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ വലിയ ഭൂരിപക്ഷം നമുക്ക് ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.